അമ്മ എന്നെ തിരിച്ച് തൃശ്ശൂർക്ക് പോവാണ്. രാവിലെ തന്നെ അമ്മനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കലായിരുന്നു ഇന്നത്തെ എന്റെ ആദ്യത്തെ ഡ്യൂട്ടി. അവരിങ്ങനെ ടാറ്റ നിന്ന് പോകുമ്പോ എന്തോ മനസ്സിലൊരു വിഷമം പോലെ ഇന്ന് നേരെ വീട്ടിലേക്ക് പോന്നിട്ട് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള കാര്യങ്ങൾ നോക്കിട്ടാ ഇഡലിയും തേങ്ങാ ചമ്മന്തിക്കറി ഉണ്ടാക്കാന്നാട്ടാ ഞാൻ വിചാരിച്ചേക്കണേ. എന്നോട് നല്ല നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ ഒരു 9:30 ആകുമ്പോഴേ അവ എത്തുള്ളേ. ആദ്യം ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ട് പിന്നെ ചോറ് ഇതിലേക്ക് ഇറക്കി വെച്ചുട്ടാ. ഓരോ പണിയും കഴിയുമ്പോഴും സ്ലാബ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കൂട്ടാ ഞാൻ. പിന്നെ ഇഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായേ. പനി വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പയ്യാണ് ഞാൻ ചെയ്യണത്. 9:30 ആയപ്പോഴത്തേനും വിനു വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10 മണിയായപ്പോ ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി ചന്തയ്ക്ക് പോയേ. അവിടെ ചെന്നപ്പോ ദേവിക്ക് ചേച്ചിനെ കണ്ടേ. ചേച്ചി എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ഒരു ഡയറി മിൽക്ക് ഒക്കെ കൊണ്ടിട്ടാ വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മീനും മേടിച്ച് ടാറ്റയും പറഞ്ഞു പോകുന്ന. ചേച്ചി നേരെ വീട്ടിലേക്ക് പോയി, ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ആട്ടാ പോകുന്നത്. പെട്ടെന്ന് ഒരു കണ്ണു ചൊറിച്ചിലും അസ്വസ്ഥത ഒക്കെ തോന്നിയതുകൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു ലോഡ് മരുന്നും കിട്ടിയിട്ടുണ്ടായേ. അതും മേടിച്ച് വീട്ടിൽ വന്നിട്ട് നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങിട്ടാ ഞാൻ. ഉറക്കത്തിൽ തന്നെ കുത്തി എഴുന്നേപ്പിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മന്തി മനസ്സിൽ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വിനു എനിക്ക് സ്പെഷ്യൽ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നേ. മന്തി കണ്ടപ്പോ എന്റെ ഉറക്കൊക്കെ ഏത് വഴിക്കാ പോയത് എനിക്ക് അറിയില്ല കേട്ടോ. കഴിച്ചിട്ട് ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങിട്ടാ. പത്രമുള്ളൂ. ബൈ.